Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ക്ഷയരോഗ വിമുക്ത പരിപാടികൾക്ക് രാമന്തളി ഗ്രാമപഞ്ചായത്തിന് ദേശീയ അംഗീകാരം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പഞ്ചായത്ത് രാജ് വകുപ്പും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പഞ്ചായത്തുകൾക്കായി നൽകുന്ന സെൻട്രൽ TB ഡിവിഷൻ അവാർഡിനാണ് പഞ്ചായത്ത് അർഹമായത്. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ പുരസ്കാരം ഏറ്റുവാങ്ങി. ജനസംഖ്യാടിസ്ഥാനത്തിൽ പുതിയ ക്ഷയരോഗികളെ കണ്ടെത്തുന്നതിനാവശ്യമായ പരിശോധന ലക്ഷ്യം കൈവരിക്കുക, രോഗികളുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ കുറയ്ക്കുക, ചികിത്സയെടുക്കുന്ന രോഗികൾക്ക് ക്ഷയരോഗം പൂർണ്ണമായും ഭേദമാക്കുക, ക്ഷയരോഗ മരണം തടയുക, അർഹരായ മുഴുവൻ രോഗികൾക്കും പോഷകാഹാര കിറ്റ് സൗജന്യമായി ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് പഞ്ചായത്ത് കൈവരിച്ചത്. TB മുക്ത രാമന്തളി സമഗ്ര ബോധവൽക്കരണ പരിശോധന പരിപാടിയുടെ ഭാഗമായി രാമന്തളി, എട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ രോഗലക്ഷണങ്ങളുള്ള 1031 പേരെ കണ്ടെത്തി. കഫ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. 3 പുതിയ ക്ഷയരോഗികളെയാണ് കണ്ടെത്തിയത്. ഇവർക്ക് ചികിത്സ നൽകി. വ്യാപാരി വ്യവസായി സമിതി, രാമന്തളി യൂണിറ്റ്, ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷയരോഗികൾക്ക് ചികിത്സാ കാലയളവിൽ സൗജന്യ പോഷകാഹാര കിറ്റ് ഉറപ്പാക്കി. തനതു ഫണ്ടിൽ നിന്നും വാർഷിക പദ്ധതിയിൽ നിന്നും 25,000 രൂപ രോഗപ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത TB മുക്ത പഞ്ചായത്ത് എന്ന നിലയിലേക്ക് രാമന്തളിക്ക് ദേശീയ നിലയിലുള്ളൊരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ കണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് കൃത്യമായ നിലയിലേക്ക് ഇടപെട്ടുകൊണ്ട് TBയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധവൽക്കരണങ്ങളാവട്ടെ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടത്തി കൃത്യമായ നിലയിലേക്ക് ഇടപെട്ട് കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ നിലയിലേക്കുള്ള ചികിത്സ കൊടുക്കുകയും അവർക്ക് നിലവിൽ പോഷകാഹാര കിറ്റുകളടക്കം കൊടുത്തുകൊണ്ട് നല്ലൊരു നിലയിലേക്കാണ് ഈ ക്യാമ്പയിൻ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തത്. അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് തന്നെ ഇതിനെ കരുതുകയാണ്. രാമന്തളി സഹകരണ ബാങ്ക് തയ്യാറാക്കിയ ബോധവൽക്കരണ പ്രതിജ്ഞാപത്രവും ചോദ്യാവലിയും വിതരണം ചെയ്തു. മറുനാടൻ തൊഴിലാളികൾക്ക് പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്തു. 4 തൊഴിലിടങ്ങളിൽ പ്രത്യേക രാത്രികാല മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിശോധനയിൽ ക്ഷയരോഗം കണ്ടെത്തിയ മറുനാടൻ തൊഴിലാളികൾക്ക് മരുന്നും പോഷകാഹാരവും സാമ്പത്തിക സഹായവും നൽകി. OKK സ്മാരക GHSSന്റെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകൾ സന്ദർശിച്ച് സ്ക്വാഡ് വർക്ക് നടത്തി. രോഗലക്ഷണങ്ങളുള്ള 50 പേരെയാണ് കണ്ടെത്തിയത്. ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. നേരത്തെ കേന്ദ്ര ആരോഗ്യ വിഭാഗം TB ഡിവിഷൻ കൺസൾട്ടന്റ് ഡോക്ടർ സതീഷ് K, മഞ്ജിത്ത്, ജില്ലാ TB ഓഫീസർ ഡോക്ടർ സോനു B നായർ, ജില്ലാ കോർഡിനേറ്റർ PV അക്ഷയ, താലൂക്ക് ആശുപത്രി TB യൂണിറ്റ് സൂപ്പർവൈസർ AJ ഷാഹിന എന്നിവർ ക്ഷയരോഗ വിമുക്ത രാമന്തളി മാതൃകാ പ്രവർത്തനം വിലയിരുത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. EMS AKG അനുസ്മരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ EMS പഠന കേന്ദ്രം ചരിത്ര രചനാശാസ്ത്ര മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ ചരിത്ര പാഠശാല സംഘടിപ്പിച്ചു. യുവചരിത്രകാരൻ വിനിൽ പോൾ ക്ലാസ് എടുത്തു. EMS AKG അനുസ്മരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ EMS പഠന കേന്ദ്രം ചരിത്രരചനാശാസ്ത്രം മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ ചരിത്ര പാഠശാല സംഘടിപ്പിച്ചു. കേരള ചരിത്രം വിവിധ ധാരകൾ എന്നതിനെ അടിസ്ഥാനമാക്കി യുവചരിത്രകാരൻ വിനിൽ പോൾ ക്ലാസ് എടുത്തു. ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾ ബേസിക്കായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഇതിനുണ്ട്. എങ്ങനെയാണ് ചരിത്രം എഴുതുന്നത്, എന്താണ് അതിൻ്റെ വീക്ഷണം, എങ്ങനെയാണ്, എന്ത് സൈദ്ധാന്തിക പിൻബലത്താലാണ്, എന്തെല്ലാം തരത്തിലാണ് ഭൂതകാലത്തെ ആളുകൾ നോക്കിക്കാണുന്നത്,
ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രധാന ബ്രാഞ്ചാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഹിസ്റ്ററി പുസ്തകം അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി നടത്തുന്ന ഒരു പ്രസംഗം, ലേഖനം എന്താണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഹിസ്റ്റോറിയോഗ്രഫി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പി.കെ. സുരേഷ് കുമാർ മോഡറേറ്ററായി, കെ.പി. സേതുമാധവൻ സ്വാഗതവും ടി.പി. സൂരജ് നന്ദിയും പറഞ്ഞു. സപ്ലിമെന്റ് പ്രകാശനം പി. സന്തോഷ് നിർവഹിച്ചു. സരിൻ ശശി ഏറ്റുവാങ്ങി. ഇന്ത്യാ ചരിത്രം, വസ്തുതകളും വ്യാഖ്യാനങ്ങളും എന്ന വിഷയത്തിൽ കോഴിക്കോട് കേളുവേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ കെ.ടി. കുഞ്ഞിക്കണ്ണൻ ക്ലാസ് എടുത്തു. ആർ. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കെ.വി. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സമാപന സമ്മേളനം ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പി. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബി. മുഹമ്മദ് അഹമ്മദ്, കെ. ഗംഗാധരൻ, പഠനകേന്ദ്രം സെക്രട്ടറി എം. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കക്കറ വായനശാലയുടെ സഹകരണത്തോടെ ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്ക്രീനിംഗും നടത്തി. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി. വീണ ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കക്കറ വായനശാലയുടെ സഹകരണത്തോടെ ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്ക്രീനിംഗും നടത്തി. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ പി. വീണ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറെ കണ്ട് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവരായിരിക്കും പഴിയേക്കേണ്ടി വരിക. എനിക്ക് അങ്ങനെ ഒരു അസുഖമില്ല, ഞാൻ നോക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു പരിപാടി, ബോധവൽക്കരണ പരിപാടിയും ഒപ്പം സ്ക്രീനിങ്ങും ഒക്കെ ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് നമുക്ക് നടത്താൻ പറ്റുന്നത്. ആ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകുക എന്നൊരു ഉദ്ദേശം കൂടി ഒരു പരിപാടിക്കുണ്ട്. വായനശാല പ്രസിഡന്റ് പി. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വി. പി. ഗോവിന്ദൻ നമ്പൂതിരി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിൻസ് പി. എസ്, സജേഷ് കെ. എസ്.ടി. പ്രൊമോട്ടർ രാജേന്ദ്രൻ ടി എന്നിവർ സംസാരിച്ചു. ആശാപ്രവർത്തകരായ കെ. പങ്കജവല്ലി സ്വാഗതവും ടി. കെ. മഞ്ജുള നന്ദിയും പറഞ്ഞു. കക്കറ ടൗണിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തിളക്കമാർന്ന അവാർഡ് നേട്ടത്തിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2025 ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന ആദ്യ വർഷത്തെ വെങ്കല അവാർഡാണ് ലഭിച്ചത്. ക്ഷയരോഗ നിയന്ത്രണ മികവിന് ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഗ്രാമപഞ്ചായത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ക്ഷയരോഗമുക്ത പഞ്ചായത്ത് അവാർഡ് നേടി തിളക്കമാർന്ന വിജയത്തിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത്. 2023 മുതലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ അവാർഡ് നൽകി വരുന്നത്. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ കഫപരിശോധന വർദ്ധിപ്പിക്കുകയും രോഗികളുടെ എണ്ണം ഒരു വർഷത്തിൽ 10-ൽ താഴെ നിലനിർത്തുകയും ചികിത്സയെടുക്കുന്ന രോഗികളിൽ 85% ആളുകളും പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചികിത്സ സ്വീകരിക്കുന്ന മുഴുവൻ രോഗികൾക്കും ചികിത്സാ കാലയളവായ 6 മാസം പൂർണ്ണമായും പോഷകാഹാര കിറ്റ് സൗജന്യമായി ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പഞ്ചായത്തുകളെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. ആദ്യ വർഷം വെങ്കല മെഡലും തുടർ വർഷങ്ങളിൽ മാനദണ്ഡങ്ങൾ നിലനിർത്തുകയും ചെയ്യുമ്പോൾ സിൽവർ, ഗോൾഡ് അവാർഡുകൾ ലഭിക്കുകയും ചെയ്യും. അങ്ങേറ്റം അഭിമാനമുണ്ട്. കാരണം കാങ്കോൽ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം തന്നെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ക്ഷയരോഗികളില്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്നത്. പഞ്ചായത്തിൻ്റെ തിരക്കുറി മറ്റൊരു പൊൻതുകൾ കൂടിയായി ഇന്നത്തെ പുരസ്കാരം മാറിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി എല്ലാ തരത്തിലും പ്രയത്നിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും, ആരോഗ്യ പ്രവർത്തകരെയും നാട്ടുകാരെയും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ പുരസ്കാരം ഈ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ക്ഷയരോഗ നിർണയ പ്രവർത്തനത്തിന് മികച്ച പ്രവർത്തനത്തിന് ആശമാർക്ക് നൽകിയ ആദരത്തിന് പഞ്ചായത്തിലെ 12ാം വാർഡ് ആശ കെ. പ്രിയ അർഹയായി. ലോക ക്ഷയരോഗ ദിനമായ മാർച്ച് 24-ന് കണ്ണൂർ DPC ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്തിനുള്ള സർട്ടിഫിക്കറ്റും മെഡലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ മംഗള രാജീവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമ്മൽ എന്നിവർ ചേർന്നും ആശയ്ക്കുള്ള ഉപഹാരം കെ. പ്രിയയും ഏറ്റുവാങ്ങി. സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും വളരെ കൃത്യതയോടുകൂടി പരിപാലിച്ചുകൊണ്ട് കൂടുതൽ പേരെ കഫപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടും ചികിത്സയ്ക്ക് വിധേയമാക്കിക്കൊണ്ടുമൊക്കെ, അതുപോലെ തന്നെ രോഗം തിരിച്ചറിഞ്ഞ ആൾക്കാർക്ക് പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഔഷധ കിറ്റ്, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് നൽകിക്കൊണ്ടുമാണ് ഈ ഒരു മികവിന് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കുഞ്ഞിമംഗലം തെക്കുംപാട് പുതിയ പുഴക്കരയിലെ സി രാജൻ ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ വന്നതോടെ ഉദാരമതികളായവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് രാജനും കുടുംബവും. എം വിജിൻ MLA രക്ഷാധികാരിയായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നു. കുഞ്ഞിമംഗലം തെക്കുംപാട് പുതിയ പുഴക്കരയിലെ സി രാജൻ ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ചികിത്സയ്ക്കായി ഏതാണ്ട് 45 ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നു. ഭാര്യയും 2 മക്കളുമടങ്ങുന്ന നിർധന കുടുംബത്തിന് ഈ സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം തെക്കുംപാട് കേന്ദ്രമാക്കി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സാ സഹായ നിധിയിലേക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അക്കൗണ്ട് നമ്പർ 189100003143 IFSC കോഡ് FDRL 0001891 ഫെഡറൽ ബാങ്ക് ഉദുമ എന്ന അക്കൗണ്ട് നമ്പറിലോ അക്കൗണ്ട് നമ്പർ 2003 കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്ക് എന്ന അക്കൗണ്ട് നമ്പറിലോ എത്തിച്ചു നൽകുക. ഗൂഗിൾ പേ നമ്പർ 9744640903. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, പയ്യന്നൂർ TB യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ലോക ക്ഷയരോഗ ദിനത്തിന്റെ ഭാഗമായി മനുഷ്യ ശൃംഖല സംഘടിപ്പിച്ചു. ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം, പ്രതിബദ്ധത, നിക്ഷേപം, വാതിൽപ്പടി സേവനം എന്നതാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശം. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന മനുഷ്യ ശൃംഖലയിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ക്ഷയരോഗ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ ക്ഷയരോഗബാധിതരോട് വിവേചനം കാണിക്കുകയോ അവരെ മാറ്റി നിർത്തുകയോ അവരോട് അവജ്ഞയോടെ പെരുമാറുകയോ ചെയ്യുകയില്ല. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തിരുമാല ഉപയോഗിച്ച് വായും മൂക്കും മറച്ചു പിടിക്കുന്നത് ഞാൻ ശീലമാക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ E. നന്ദകുമാർ, പയ്യന്നൂർ TB യൂണിറ്റിലെ സൂപ്പർവൈസർമാരായ ഷാഹിന AG, സീന തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് ഫിറ്റ്നസ് സെന്റർ തൃക്കരിപ്പൂർ അവതരിപ്പിച്ച കുട്ടികളുടെ ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി. ആരോഗ്യവകുപ്പിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിരവധി പേർക്ക് രക്തദാനം നടത്തി മാതൃകയായ പയ്യന്നൂർ കൈരളി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ സുധീർ കുമാറിനെ ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് അനുമോദിച്ചു. നിരവധി പേർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. 75ഓളം പേർക്ക് രക്തം കൊടുക്കുകയും നിരവധി പേർക്ക് രക്തദാതാക്കളെ എത്തിച്ചു നൽകിയും മാതൃക കാട്ടിയ പയ്യന്നൂർ കൈരളി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ സുധീർ കുമാർ എമ്മിനെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് അനുമോദിച്ചു. തമ്പാൻ KK സുധീർ കുമാറിനെ പൊന്നാടി അണിയിച്ചു. അനൂപ് കുമാർ എടാട്ട്, വേണു കണ്ടങ്കാളി, സുമേഷ് ദാമോദരൻ, സന്തോഷ് ആലക്കാട്ട്, ഷജു ഇയക്കാട് എന്നിവർ അനുമോദനം നൽകി. മഹേഷ് കോലത്തുവയൽ, ഹരി തായിനേരി, വിനു കണ്ടങ്കാളി, ദിലീപ് തായിനേരി, പ്രകാശൻ കുന്നരു, പപ്പൻ കോറം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇത് നമ്മുടെ സുധിയാട്ടൻ. ഇദ്ദേഹം 2024 വരെ ഇതുവരെ 75 പേർക്ക് രക്തം കൊടുക്കുകയും നിരവധി പേർക്ക് രക്തദാതാക്കളെ എത്തിച്ചു നൽകുകയും ചെയ്തതിൻ്റെ പേരിൽ നമ്മളെ ഓട്ടോ സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ കൈരളി സ്റ്റാൻഡിലെ ഓട്ടോ റിക്ഷ തൊഴിലാളികളുടെ പേരിൽ ആദരവ് ഇന്ന് സംഘടിപ്പിക്കുകയാണ്. പയ്യന്നൂർ യൂത്ത് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് സുധീർ കുമാർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സാംസ്കാരിക സംഘടനയായ തണൽ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ സാഹിത്യ കുലപതി MT വാസുദേവൻ നായരുടെയും ഭാവഗായകൻ P. ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പ്രഭാഷണം നടത്തിയും കലാപരിപാടികളുമായും തണലിലെ അംഗങ്ങൾ ഒത്തുകൂടി. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സാംസ്കാരിക സംഘടനയായ തണൽ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പടന്ന ഓയിസ്റ്റർ ഒപ്പേര ഓഡിറ്റോറിയത്തിൽ നടന്ന MT P. ജയചന്ദ്രൻ അനുസ്മരണ പരിപാടി CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് S. ജ്യോതി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദാമു കാര്യത്ത് പ്രസംഗിച്ചു.
തുടർന്ന് കക്കുന്നം പത്മനാഭൻ MD P ജയചന്ദ്രൻ അനുസ്മരണവും ഭാവഗായകൻ P ജയചന്ദ്രൻ പാടിയ പാട്ടുകളുടെ ആലാപനവും ആഖ്യാനവും നടത്തി. സഹകരണ മേഖലയിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ സ്കീമിലുള്ള പോരായ്മകളെക്കുറിച്ച് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും റൂറൽ ബാങ്ക് മുൻ സെക്രട്ടറിയുമായ V കുഞ്ഞികൃഷ്ണൻ സംസാരിച്ചു. കൗവായി കായലിലൂടെ തണൽ അംഗങ്ങൾ ബോട്ട് യാത്രയും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശമുയർത്തി STO മോട്ടോർ തൊഴിലാളി യൂണിയൻ പഴയങ്ങാടിയിൽ വ്യത്യസ്തമായ നോമ്പ് തുറ ഒരുക്കി. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും ലഹരിക്കെതിരെ പോരാടുമ്പോൾ ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി വേറിട്ട ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുകയാണ് പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ തൊഴിലാളികൾ. പോലീസ് പ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ ഒത്തുചേർന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെ പിന്തുണ അത്യാവശ്യമാണെന്ന് പയ്യന്നൂർ DYSP PK വിനോദ് കുമാർ പറഞ്ഞു. പാട്ട് പാടുന്നത് വെറുതെ എന്നെ പോലെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ ഒന്നുമില്ല, പാട്ട് പാടിക്കൊണ്ടിരിക്കും, പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതൊരു ലഹരിയായി കാണുന്നവരുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഫുട്ബോൾ കളി ലഹരിയായി കാണുന്നവരുണ്ട്, ഇല്ലേ? കളിക്കാൻ അറിയാൻ കളി പ്രോത്സാഹിപ്പിക്കുന്ന ലഹരിയായി, കളി കാണുന്ന ലഹരിയായിരിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലഹരികളുണ്ട്. അപ്പം നമ്മുടെ മക്കളെ നല്ല ലഹരികളിലേക്ക് തിരിച്ചുവിടണം. വായന, എഴുത്ത്, അതുപോലെ നല്ല കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ശരീരത്തിനും സമൂഹത്തിനും ദോഷകരമല്ലാത്ത ലഹരിയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. MP മഹമ്മൂദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ ഉപഹാര വിതരണം ചെയ്തു. SKP സക്കരിയ, ഫാദർ റോബർട്ട് ജോൺ, M നാരായണ പിടാരർ, MP ഉണ്ണികൃഷ്ണൻ, AP ബദ്രുദ്ദീൻ, VPP ഹമീദ്, ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക ബജറ്റ്. വൈസ് പ്രസിഡന്റ് T ഗോവിന്ദൻ ബജറ്റ് അവതരിപ്പിച്ചു. മുന്നിരിപ്പ് ഉൾപ്പെടെ 25,38,19,403 രൂപ വരവും 24,95,71,878 രൂപ ചെലവും 42,47,525 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് T ഗോവിന്ദൻ അവതരിപ്പിച്ചത്. സേവന മേഖലയിൽ നിരവധി പദ്ധതികൾക്ക് ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ഭൂരഹിത ഭവനരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ലൈഫ് ഭവന പദ്ധതിക്കായി 2,85,00,000 രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യക്തിഗത തൊഴിൽ സംരംഭത്തിനായി 45 ലക്ഷം രൂപയും സ്വയം തൊഴിൽ സംരംഭം വനിതാ ഗ്രൂപ്പിന് 11 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചു. അങ്കണവാടി പോഷകാഹാര പദ്ധതിക്കായി 27 ലക്ഷം രൂപയും അങ്കണവാടി പശ്ചാത്തല സൗകര്യങ്ങൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്കായി 4,50,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന കാഴ്ചപ്പാടോടെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനുതകുന്ന പദ്ധതികൾക്ക് ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതിക്കു വേണ്ടി 17 ലക്ഷം രൂപയും ബഡ് സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി 17 ലക്ഷം രൂപയും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ തദ്ദേശ സ്ഥാപന കലാകായിക മത്സരം എന്നിവയ്ക്കായി 50,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. വയോജനക്ഷേമത്തിനുതകുന്ന പദ്ധതികൾക്കായി 5 ലക്ഷം രൂപയും നീക്കിവച്ചു. അഗതി ക്ഷേമത്തിനും മറ്റ് സാമൂഹ്യ സുരക്ഷിതത്വ പരിപാടികൾക്കും ശിശുക്ഷേമത്തിനും 27 ലക്ഷം രൂപയാണ് നീക്കിവച്ചത്. ആരോഗ്യമേഖലയിൽ ഹോമിയോ, ആയുർവേദ ആശുപത്രികൾക്ക് മരുന്നുവാങ്ങൽ പദ്ധതിക്കായി 26 ലക്ഷം രൂപയും പാലിയേറ്റീവ് കെയർ പദ്ധതിക്കായി 8 ലക്ഷം രൂപയും ക്യാൻസർ രോഗികൾക്ക് മരുന്നു വാങ്ങുന്നതിന് 1 ലക്ഷം രൂപയും ആരോഗ്യമേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്കായി 34 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ ജില്ലാ പദ്ധതിക്കായി 2 ലക്ഷം രൂപയും ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം പദ്ധതിക്കായി 30,000 രൂപയും കുട്ടികൾക്ക് കരാത്തെ പരിശീലനം, നീന്തൽ പരിശീലനം, കായിക പരിശീലനം എന്നിവയ്ക്ക് 2 ലക്ഷം രൂപയും നീക്കിവച്ചു. പൊതുവിദ്യാഭ്യാസത്തിന് അർഹമായ പ്രാധാന്യം നൽകിയിട്ടുള്ള ബജറ്റിൽ SSA വിഹിതം നൽകൽ പദ്ധതിക്കായി 5 ലക്ഷം രൂപയും ബാലസഭാ പദ്ധതിക്കായി 15,000 രൂപയും നീക്കിവച്ചു. ആശ്രയ പദ്ധതിക്കായി 25,000 രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. മാലിന്യ സംസ്കരണത്തിനായി ഗാർഹിക റിംഗ് കമ്പോസ്റ്റ്, വേസ്റ്റ് ബിൻ സ്ഥാപിക്കൽ, ശുചിത്വ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കൽ, ഹരിതകർമ്മസേനയ്ക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായി 14 ലക്ഷം രൂപയാണ് നീക്കിവച്ചത്. പശ്ചാത്തല മേഖലയിൽ റോഡ് വികസനത്തിന് 1,42 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 10 ലക്ഷം രൂപയും കുരിശുമുക്ക് മിനി സ്റ്റേഡിയത്തിന് 1 ലക്ഷം രൂപയും തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കുമായി 11 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്.
പഞ്ചായത്തിലെ മുഴുവൻ ക്ഷീരകർഷകർക്കും പാലിന് സബ്സിഡിയും കാലിത്തീറ്റയും നൽകി പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകുന്നു. ഇതിനായി 23 ലക്ഷം രൂപ നീക്കിവച്ചു. കന്നുകുട്ടി പരിപാലനത്തിന് 6 ലക്ഷം രൂപയും കറവ പശുക്കൾക്ക് ധാതുലവണ മിശ്രിതവും വിരമരുന്നു നൽകൽ പദ്ധതിക്കായി 95,000 രൂപയും മുട്ടക്കോഴി വിതരണത്തിന് 2,27,500 രൂപയും നീക്കിവച്ചു. തെരുവുനായ നിയന്ത്രണത്തിനായി 1 ലക്ഷം രൂപയും പേവിഷബാധ പ്രതിരോധ വാക്സിന് 15,000 രൂപയും മൃഗാശുപത്രിക്ക് മരുന്നു വാങ്ങാൻ 2 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ആമുഖഭാഷണം നടത്തി. സെക്രട്ടറി PK പ്രേമൻ സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KP ദിനേശൻ, ബിന്ദു നീലകണ്ഠൻ, AV സുനിത, പ്രതിപക്ഷ നേതാവ് VKC ഖാദർ ഉൾപ്പെടെയുള്ളവർ ബജറ്റ് ചർച്ച നടത്തി. ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്നും ബജറ്റിൽ പുതുമയില്ലെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ തലമുറ, ഇന്നത്തെ തലമുറയെ പറ്റിയും മുൻകാല തലമുറ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമുക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം. എന്നാൽ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? കൂട്ടുകുടുംബമായിരുന്നല്ലേ? അച്ഛൻ എത്ര മക്കളാണോ, അച്ഛനും അമ്മയും 5 മക്കളാണെങ്കിൽ ആ 5 മക്കളും അവരുടെ ഭാര്യമാരും മക്കളുടെ മക്കളും എല്ലാം കൂടിച്ചേർന്ന ഒരു കുടുംബമായിരുന്നു മുൻകാലങ്ങളിൽ കണ്ടുവന്നിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. പലപ്പോഴും നമ്മുടെ മുൻപിൽ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. CDS ചെയർപേഴ്സൺ ആലീസ് ജോയ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സരിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK കരുണാകരൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം PV വിജയൻ, ശ്രീജ CK എന്നിവർ സംസാരിച്ചു. തുടർന്ന് ICDS സൂപ്പർവൈസർ മായ ജ്യോതി, ലക്ഷ്മിക്കുട്ടി ടീച്ചർ എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് മെമ്പർമാരായ K ലൈല, പ്രേമ സുരേഷ്, രവീന്ദ്രൻ, P വീണ, പ്രീത എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. യുവതാര ക്ലബ്ബ്, മഹിളാ അസോസിയേഷൻ കുറ്റൂർ പാറക്കടവ് യൂണിറ്റ്, DYFI പാറക്കടവ് യൂണിറ്റ് സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CPM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം P സജികുമാർ ഉദ്ഘാടനം ചെയ്തു. യുവധാര ക്ലബ്ബ്, മഹിളാ അസോസിയേഷൻ പാറക്കടവ് യൂണിറ്റ്, DYFI പാറക്കടവ് യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വേണ്ട, ഹിംസ വേണ്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സാംസ്കാരിക നിലയത്തിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പയ്യന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ക്ലബ്ബ് സെക്രട്ടറി KV പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ CV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ CV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MK കുഞ്ഞപ്പൻ, P ദാക്ഷായണി, CPM ലോക്കൽ സെക്രട്ടറി P ബാലകൃഷ്ണൻ, ക്ലബ്ബ് പ്രസിഡന്റ് MK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്പേസ് പയ്യന്നൂരിന്റെ ലോഗോ പ്രകാശനം പയ്യന്നൂർ ശ്രീവത്സം മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പ്രകാശനം നിർവഹിച്ചു. സൊസൈറ്റി ഫോർ പ്രിസർവേഷൻ ഓഫ് ആർട്സ്, കൾച്ചർ ആൻഡ് എന്റർടൈൻമെന്റ് സ്പേസ് പയ്യന്നൂരിന്റെ ലോഗോ പ്രകാശനം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. നാടക അവതരണത്തിന് വേണ്ടി മഹാദേവ ഗ്രാമത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏകദേശം മേക്കപ്പൊക്കെ നടത്തി നാടകോദ്യോഗത്തിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിലാണ് വലിയ പോലീസ്. സ്പേസ് സെക്രട്ടറി അഡ്വക്കേറ്റ് TV വിനീഷ് സ്വാഗതം പറഞ്ഞു. സ്പേസ് പ്രസിഡന്റ് P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്ത മധു ഒറിജിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മധു ഒറിജിൻ ലോഗോ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. K ഷാനി നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KU പ്രസാദിന്റെ സ്മരണയ്ക്കായി ഗ്രാമം കൊളീഗ് സംഘടിപ്പിക്കുന്ന വെറ്ററൻസ് കായികമേള ഏപ്രിൽ 17 മുതൽ 20 വരെ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ നടക്കും. കായികമേളയുടെ ഫണ്ട് സമാഹരണോദ്ഘാടനം സിനിമാ താരം അഭിരാമി ഭാർഗവൻ നിർവഹിച്ചു.
ഗ്രാമം കൊളീഗ്സിന്റെ മുഖ്യ സംഘാടകനും സിനിമാ പ്രവർത്തകനുമായിരുന്ന KU പ്രസാദിന്റെ സ്മരണയ്ക്കായി ഗ്രാമം കൊളീഗ്സ് സംഘടിപ്പിക്കുന്ന വെറ്ററൻസ് കായികമേള ഏപ്രിൽ 17 മുതൽ 20 വരെ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ നടക്കും. കായികമേളയുടെ ഫണ്ട് സമാഹരണം സിനിമാ താരം അഭിരാമി ഭാർഗവൻ MK ഉണ്ണികൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. K. രഘു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KK കുമാർ, VP സുരേഷ്, PU മനോഹരൻ, KV സുനിൽകുമാർ, CK ദിനേശൻ, പ്രിയേഷ് PV, ശരത്ചന്ദ്രൻ VP, UK രാജേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജു അത്തായി സ്വാഗതവും K. ശരത് കുമാർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായുള്ള 2025 AKP അവാർഡിന് കവി PK ഗോപി അർഹനായി. ഏപ്രിൽ 18 പയ്യന്നൂർ തായ്നേരി കൃഷ്ണ സദനത്തിൽ വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി പ്രസിഡന്റ് സദനം നാരായണൻ അവാർഡ് സമ്മാനിക്കും. അവാർഡ് ദാന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരി സുധാ മേനോൻ ഉദ്ഘാടനം ചെയ്യും. K. രാമചന്ദ്രൻ അനുസ്മരണം നടത്തും. PK ഗോപിയുടെ സിനിമാ ഗാനങ്ങളും കവിതകളും ഉൾപ്പെടുത്തി വന്ദന പണിക്കരും പാണപ്പുഴ പത്മനാഭൻ പണിക്കരും ചേർന്ന് ഗോപി വസന്തം എന്ന ദൃശ്യശ്രാവ്യ വിരുന്നും ഒരുക്കും. ഡോക്ടർ E. ശ്രീധരൻ, KP വിജയകൃഷ്ണൻ, U. നാരായണൻ, P. പത്മനാഭൻ, TP സുനിൽകുമാർ, P. ജഗദീശൻ, VP പ്രസന്നകുമാരി തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുസ്ലിം ലീഗ് പാലത്തറ ശാഖയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുല്ല ഉദ്ഘാടനം നിർവഹിച്ചു. പാലത്തറ ശാഖ മുസ്ലിം ലീഗിന്റെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും മൺമറഞ്ഞ നാട്ടിലെ പൂർവ്വകാല നേതാക്കളുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു. അനുബന്ധമായി മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുല്ല ഉദ്ഘാടനം നിർവഹിച്ചു. KP നാസർ അധ്യക്ഷത വഹിച്ചു. KP ഫാറൂഖ്, EK അഹമ്മദ് ബാഖവി, VK ഷാഫി, VKP ഇസ്മായിൽ, SK നൌഷാദ്, TP ഖാദർ, ബഷീർ മാസ്റ്റർ, TP മുഹമ്മദ് കുഞ്ഞി, KP റാഫി, ഷമ്മാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം പുലിയൂർ കാളി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഉള്ളറിയാം കനിവറിയാം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രാമചന്ദ്രൻ കീഴറ പ്രഭാഷണം നടത്തി. മാതമംഗലം പുലിയൂർ കാളി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ കൗമാരക്കാർക്കും യുവാക്കൾക്കും രക്ഷിതാക്കൾക്കുമായി ഉള്ളറിയാം കനിവറിയാം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാതമംഗലം പുലിയൂരുകാളി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ക്ലാസിൽ രാമചന്ദ്രൻ കീഴറ പ്രഭാഷണം നടത്തി. ലക്ഷ്മണൻ A അധ്യക്ഷത വഹിച്ചു. മനോഹരൻ P, ബാബു അന്തിതിരിയൻ, പ്രസാദ് വെളിച്ചപ്പാടൻ, ബാബു MV, രതീഷ് P, ജിത്തു M, പ്രസിദ്ധ രാജു, അശ്വതി സുകേഷ്, അനൂപ് KP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.